കുഷ്ഠരോഗം മനസ്സിന് പിടിച്ചവർ എന്ന് പറയുന്ന ടോപ്പിക്കിനെ മുൻനിർത്തി നമ്മൾ മുമ്പും വീഡിയോ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും മന്ത്രിയോ മറ്റോ ആൾക്കാരോ വല്ലതും ആണെങ്കിൽ വാക്ക് പറഞ്ഞിട്ട് വാക്ക് പാലിക്കാതിരിക്കുമ്പോൾ നമുക്ക് അവരോട് ദേഷ്യമുണ്ടാകാം. പക്ഷെ സിനിമയിൽ എന്ന് പറയുമ്പോൾ അവർ അഭിനയിച്ച് പടം നല്ലതാണെങ്കിൽ നല്ലതെന്നും മോശമാണെങ്കിൽ മോശമെന്നും പറയാനുള്ള സ്വാതന്ത്ര്യം ആൾക്കാർക്കുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ കാണാം, മമ്മൂട്ടിയെ ഇഷ്ടമുള്ളവരാണെങ്കിൽ, മമ്മൂട്ടിയെ ഇഷ്ടമല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത്? മമ്മൂട്ടിയുടെ സിനിമ നല്ലതാണെങ്കിലും മോശമാണെന്ന് പറയുക. നേരെ തിരിച്ച് മോഹൻലാലിൻ്റെ ഓർക്കുന്നു പുലി മുരുകൻ, ദൃശ്യം എന്നൊക്കെ പറയുന്ന സിനിമ എല്ലാവരും നല്ലതെന്ന് സമ്മതിക്കുന്ന സിനിമയാണ്. അതിന് പോലും തിയേറ്ററിൽ ഇരുന്ന് പോവുക എന്ന് പറയുമ്പോൾ എന്താണ് പറയേണ്ടത്? ഇതിനെയാണ് ഇവിടെ പറഞ്ഞത്, കുഷ്ഠരോഗം പിടിച്ച മനസ്സുള്ളവരെ മനസ്സിലാക്കുവാനായിട്ട് ആശുപത്രിയിൽ പോകേണ്ടുന്ന കാര്യമില്ല. അതിന് സ്വയം ചിന്ത നടത്തിയാൽ മാത്രം മതി. ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അയാളുടെ സിനിമ പരാജയപ്പെടണം എന്ന് വിചാരിക്കുന്ന മനസ്സുള്ളവരെല്ലാം ഈ കുഷ്ഠരോഗമുള്ള മനസ്സിൽ പെടുന്നവരാണ്, കുഷ്ഠരോഗം പിടിച്ചവരാണ്, കുഷ്ഠരോഗം പിടിച്ച് മനസ്സുമായിട്ട് നടക്കുന്നവരാണ്. സിനിമയുടെ ഉദാഹരണം പോലെ അവരുടെ ജീവിതത്തിൻ്റെ പല ലെവലും എടുത്തു നോക്കിയോ, അവരുടെ ബന്ധുക്കളിലൂടെ ആയാലും സുഹൃത്തുക്കളുടെ കൂടെ ആയാലും മറ്റ് ദേശത്തിൻ്റെ ഏത് കാര്യത്തിൽ ഇവരുടെ ചിന്താഗതി ഇങ്ങനെ തന്നെയാണ്. അവരെ മനുഷ്യരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുകയില്ല. അവരുടെ അപ്പോൾ സംസാരത്തിന് എന്താണ് വിലയുള്ളത്? മനുഷ്യൻ്റെ കൂട്ടത്തിൽ പെടുത്തുന്നില്ല, പിന്നെ അവരുടെ സംസാരത്തിന് എന്താണ് വില? സത്യസന്ധമായ നിരൂപണം എപ്പോഴും നല്ലതാണ്. അത് വിപ്ലവത്തിന് തുടക്കം കുറിക്കും. സിനിമ ആയിക്കോട്ടെ, രാഷ്ട്രീയമായിക്കോട്ടെ. ഇപ്പം നമുക്ക് രാഷ്ട്രീയത്തിൽ തന്നെ നമ്മുടെ പാർട്ടി കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ BJPയോ അതിൻ്റെ അകത്ത് നല്ലത് കാണിച്ചാൽ നല്ലതെന്നും മോശം കാണിച്ചാൽ മോശമെന്നും പറയാനുള്ള ചങ്കൂറ്റവും അത് ആ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് മാറ്റം രാജ്യത്തിനുണ്ടാകുന്നത്. ഇവിടെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഇപ്പം കോൺഗ്രസ്സുകാരനായിട്ട് നിൽക്കുന്നവനാണെങ്കിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് നിൽക്കുന്നവനാണെങ്കിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ എന്തുമാത്രം കാര്യങ്ങൾ മികച്ചതാണെങ്കിൽ അത് മികച്ചതെന്ന് പറയും. എന്നാൽ തങ്ങളുടേതായിട്ടുള്ളൊരു പ്രശ്നം വരുന്ന സമയത്ത് അവരതിനെക്കുറിച്ച് പറയുന്നില്ലെന്ന് മാത്രമല്ല, അതിനെ ന്യായീകരിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ളപ്പോൾ എവിടെ പുരോഗതി ഉണ്ടാകാനായിട്ടാണ്? സ്വാർത്ഥ താല്പര്യ വ്യക്തികൾ എവിടെ പുരോഗതി ഉണ്ടാകാനാണ്? ഇപ്പോൾ ഉദാഹരണത്തിന് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി. എമ്പുരാൻ എന്ന സിനിമ വൺ ടൈം, അതായത് തിയേറ്ററിൽ പോയിരുന്ന് കാണാം എന്നുള്ള സിറ്റുവേഷനുള്ള സിനിമ തന്നെയാണ്. പക്ഷേ അതിനെ നിരൂപണത്തിലേക്ക് വരുത്തുക എന്നുള്ളത് മാത്രമല്ല, പടം ഇറങ്ങുന്നതിന് മുമ്പേ അത് പരാജയപ്പെടണമെന്ന് വിചാരിക്കുകയും പടം ഇറങ്ങിക്കഴിയുമ്പോൾ അതിനുവേണ്ടി എന്താണ് നെഗറ്റീവ് എന്ന് കണ്ടിട്ട് അതിനെ പിടിച്ചുകൊണ്ട് ഇവൻ ദേശവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. എത്ര മോശമായിട്ടുള്ള കാര്യമാണെന്ന് നോക്കിക്കണേ. ദേശവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുവാണെങ്കിൽ സെൻസർ ബോർഡുണ്ട്, അവർ കട്ട് ചെയ്തുകൊള്ളും. എന്നിട്ട് സെൻസർ ബോർഡ് എന്താണ് കട്ട് ചെയ്യാത്തതെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. ഒരു സിനിമയാണ്, ആ സിനിമയിൽ മികച്ച ഏത് സിനിമ എടുത്താലും ഫുൾ ആ സിനിമ മികച്ചതെന്ന് പറഞ്ഞ് എടുക്കാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. അതിൻ്റെ അകത്ത് ചില ന്യൂനതകളുണ്ടാകും. മനുഷ്യരാണിത് സൃഷ്ടിക്കുന്നത്. ഇതിൽ തന്നെ ഉടനെ സിനിമ നിരൂപണം നടത്തുന്നതായിട്ടുള്ള കുറേ വിദ്വാൻമാരുണ്ട്. ഞാൻ മോഹൻലാലിൻ്റെ കടുത്ത ആരാധകനാണ്, എനിക്ക് ഇഷ്ടപ്പെടുന്ന പോലെ സംവിധാനം ചെയ്തില്ലെങ്കിൽ ഞാനതിനെ ഫുൾ നെഗറ്റീവ് അങ്ങ് അടിച്ചു കളയും, ഫുൾ അതിനെ ചീത്ത വിളിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വേറൊരുത്തനാണെങ്കിൽ എനിക്ക് മോഹൻലാലിനെ ഇഷ്ടമേ അല്ല, അതുകൊണ്ട് പടമൊന്നും ഇറങ്ങണ്ട, കാണുകയൊന്നും വേണ്ട, അതിനെ അങ്ങ് തകർത്ത് കളയുക. ഇവനൊന്നും ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ കൂട്ടത്തിലെ പെടുത്തിയിട്ടില്ല. അപ്പോൾ അവൻ്റെ വാക്കിനൊക്കെ പുല്ല് വില. അത് കണ്ടുകൊണ്ടിരിക്കുക, അത് കണ്ടുകൊണ്ട് അവരെ കേൾക്കുക, അവരെ അനുസരിക്കുക, അവരെ കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗം പിടിച്ച മനസ്സുള്ളവരാണ്. രണ്ടും ഒരേ അളവിൽ വരുന്നവർ തന്നെയാണ്. അതിൻ്റെ പോസിറ്റീവ് ഒന്നും പറയുന്നില്ല, അവർക്ക് നെഗറ്റീവേ പറയാനുള്ളൂ. ഇങ്ങനെയുള്ള വ്യക്തികൾ സമൂഹത്തിന് എന്തുമാത്രം ദോഷമാണ് വരുത്തി വയ്ക്കുന്നതെന്ന് ഓർത്തു. ഇതൊരു ഉദാഹരണമായിട്ട് സിനിമയെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. രാഷ്ട്രീയം, മതം ഇതുപോലുള്ള കാര്യങ്ങളിലെല്ലാം ഇതിൻ്റെ ഭീകരമായിട്ടുള്ള അവസ്ഥയുണ്ടെന്ന് ഓർക്കണം.